കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, സുഗന്ധി അമ്മക്ക് അപകടം വല്ലതും പറ്റോ? മൃത്യുലേക്ക് അവരെ കൊല്ലുവോ? അറിയില്ല. സുഗന്ധി അമ്മ പാവല്ലേ? അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചൂടെ? അതിനുള്ള ശക്തി അമ്മയ്ക്കിപ്പോ ഇല്ലല്ലോ കുട്ടി. എന്നെ കൊണ്ട് പറ്റോ? ഇല്ല, ഉണ്ണിമായെ കൊണ്ടും പറ്റില്ല. അത് ഭഗവതിക്ക് മാത്രമേ കഴിയൂ. സുഗന്ധിയമ്മ ഭഗവതിയുടെ കറകളഞ്ഞ ഭക്തയാ. അങ്ങനെയുള്ളവരെ ഭഗവതി കൈവിടില്ല. ഉണ്ണിമായ ഒരു കാര്യം ചെയ്യോ? എന്താമ്മേ? സുഗന്ധിബായിയുടെ അടുത്ത് പോണം. അവരോട് ഒരു പ്രത്യേക കാര്യം പറയണം. അതെന്താ? മനോവിചാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോ മനുഷ്യര് ചിലത് മറന്നുപോകും. അതുതന്നെയാ എല്ലാവരുടെയും ദൗർബല്യവും. പൈശാചിക ശക്തികള് ആ സമയത്താണ് കരുത്താർജിക്കുക. ആ സമയത്താണ് അവർ സാധുക്കളെ ആക്രമിക്കുക. ചിലപ്പോ ഒരു ഓർമ്മപ്പെടുത്തലുകൊണ്ട് ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ നമുക്ക് പറ്റും. സുഗന്ധി അമ്മയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ പോവാം. അറിയിക്കാനുള്ള സന്ദേശം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ സൂക്ഷിക്കണം. ഏറെ സമയം മനുഷ്യർക്ക് മുന്നിൽ നമുക്ക് ദൃശ്യമാകാൻ കഴിയില്ല. നമ്മൾ ആത്മാക്കളാണ്. അമ്മുമ്മേ, നീ ആരാ കുട്ടി? എവിടുന്നാ വരുന്നേ? ഞാന് അമ്മുമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് അമ്മുമ്മയെ ഒന്ന് കാണാൻ വന്നതാ. എന്റെ കൂട്ടുകാരിയോ? അതാരാ? അതൊക്കെയുണ്ട്. ഞാനേ അമ്മുമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വന്നതാ. ഒരു പ്രത്യേക കാര്യം. അതെന്താ? ഇന്ന് അമാവാസിയല്ലേ? ഇന്ന് അമ്മൂമ്മ 3-ാം യാമത്തിൽ എണീറ്റ് കൊടുങ്ങല്ലൂർ അമ്മയെ ധ്യാനിക്കണം. അതിനെന്താ, ധ്യാനിക്കാലോ. ഒരു കാരണവശാലും അമ്മൂമ്മ വീഴ്ച വരുത്തരുത്. 3-ാം യാമത്തിൽ എഴുന്നേറ്റ് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിച്ചിരിക്കണം. ഏറ്റു. പക്ഷേ കുട്ടിയെ അയച്ചതാരാന്ന് പറഞ്ഞില്ല. അത് പറയാൻ എനിക്ക് അനുവാദം ഇല്ലല്ലോ അമ്മൂമ്മേ. ആരുടെ അനുവാദാ വേണ്ടത്? കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുവാദം ഇല്ലാതെ ആർക്കും ഒന്ന് അനങ്ങാൻ പോലും ആവില്ലല്ലോ. മോളെ, മോളെ, കുട്ടി നീ എങ്ങോട്ടാ പോയത്? മോളെ, എന്താ എന്റെ കൊച്ചമ്മരുന്ന് പിച്ചും പേയും പറയുന്നേ? ഇവിടെ ഇപ്പൊ എന്റെ അടുത്തൊരു കുട്ടി വന്ന് നിപ്പുണ്ടായിരുന്നു. രേവമ്മ കണ്ടില്ലേ? ഞാനൊരു കുട്ടിയേം പട്ടിയേം കണ്ടില്ല. വന്നു, എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി. എന്തൊരു തിളക്കമായിരുന്നു എന്റെ മുഖത്ത്. കണ്ണിലൊക്കെ നല്ല പ്രകാശം പോലെ. പെണ്ണും പിള്ളക്ക് വട്ടായം തോന്നുന്നു. എന്നാലും ആരായിരുന്നിരിക്കും അത്? ഇന്ന് ഒരു നിർണായക രാത്രിയാണ്. അജയുടെ ശരീരത്തിലുള്ള അമാനുഷിക ശക്തി പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അതെങ്ങനെ? അജയും മേഘനയും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ അജയുടെ അച്ഛൻ മേഘനയെ അപകടപ്പെടുത്തുമെന്നല്ലേ അജയ് ചിന്തിക്കുന്നത്. എന്നാൽ അയാളുടെ ചിന്തകൾ അങ്ങോട്ടല്ല. പകരം അജയെ തളർത്താനാണ് തീരുമാനം. അജയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അതില് സംശയമൊന്നുമില്ല, എന്റെ അമ്മയെ. എന്റെ അമ്മയെ പോലെ വേറെ ഒരാൾക്കും ഇത്ര പാവാൻ പറ്റില്ല. അമ്മയുടെ ഓരോ പ്രവൃത്തിയിലും നന്മയും വിശുദ്ധിയും മാത്രമേ ഉള്ളൂ. അച്ഛന്റെ തിന്മകളിൽ മനം നൊന്ന് കഴിയുമ്പോഴും അമ്മ എനിക്ക് സ്നേഹം തന്നു. നല്ല പാഠങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നു. അതായത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അജയെ തളർന്നു പോകുമെന്നർത്ഥം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അവര് ചിന്തിച്ചു കഴിഞ്ഞു. ത്രിവിക്രമന്റെ ആത്മാവ് പേറുന്ന ശേഖരനും അയാളുടെ കൂട്ടാളിയായ മൃത്യുലേഖയും. ഇന്നത്തെ അമാവാസി ദിവസം നിർണായകമാണ്. അജയുടെ അമ്മയെ ഇല്ലാതാക്കാൻ അവര് തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണ്. അതിന് ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോവാ. അച്ഛന്റെ വേഷത്തിൽ ഒളിച്ചിരിക്കുന്ന പിശാചിനെ ഞാൻ ഇന്ന് തന്നെ കൈകാര്യം ചെയ്യും. അരുത്. അങ്ങനെ നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ തോൽപ്പിക്കാവുന്നവനാണ് ത്രിവിക്രമനെങ്കിൽ കാര്യങ്ങൾ എത്രയോ എളുപ്പമാണ്.
എടുത്തുചാട്ടം കൊണ്ടൊന്നും നടക്കില്ല അജയ്. പകരം കൃത്യമായ മുഹൂർത്തത്തിൽ നീ നിന്റെ ശക്തി ഉപയോഗിക്ക്. അതിനെ നിന്റെ അമ്മയെ കാക്കാൻ പറ്റൂ. നിങ്ങൾക്കെല്ലാം അറിയാം. പറയ്, അമ്മയ്ക്ക് എന്താ സംഭവിക്കുക? അജയുടെ അമ്മ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തയാണ്. സ്വാഭാവികമായ ഒരു സംരക്ഷണ വലയമുണ്ടാകും. പക്ഷേ നമ്മളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ നമ്മളും ചെയ്യണം. പ്രത്യേകിച്ചും അജയ്. മറ്റെല്ലാം മാറ്റിവെച്ച് അമ്മയെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്ക്. എന്റെ ജീവൻ ഉപേക്ഷിച്ചും എന്റെ അമ്മയെ ഞാൻ സംരക്ഷിക്കും. അതെന്റെ കടമയാണ്. ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത എന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട സന്തോഷമെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അമ്മ എനിക്ക് വേണം. ഒരുപാട് കാലം എനിക്ക് സ്നേഹിക്കണം. ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാം. ഈ രാത്രിയിലെ നിർണായക മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം. പിഴവ് പറ്റരുത്. നരകവാതിൽ തുറന്നിട്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് പോകാൻ സമയമായി.